വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമുണ്ടായിരുന്നു. നാട്ടിൽ എവിടെയെങ്കിലും ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടായാൽ അതും ഞമ്മളാണ് എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രം എട്ടുകാലി മമ്മൂഞ്ഞ്. ഇതിൻ്റെ നേർ വിപരീതമാണ് ഇപ്പോൾ ചൈനയുടെ അവസ്ഥ. നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഉടൻ അതിന് പിന്നിൽ ചൈനയാണെന്ന് പറയുന്ന അമേരിക്കയാണിപ്പോൾ ചൈനയുടെ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ വിപരീത പദപ്പിലെത്തിച്ചിരിക്കുന്നത്. നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതിന് പിന്നിൽ ചൈനയാണെന്ന് ആരോപിച്ച് രംഗത്ത് വരികയാണ് അമേരിക്ക. കഴിഞ്ഞ ദിവസം US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിലെ സിസ്റ്റങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടതാണ് ഏറ്റവും ഒടുവിൽ ചൈനയ്ക്കുമേൽ US ചുമത്തിയ കുറ്റം. നേരത്തെയും സമാനമായ ഹാക്കിംഗ് ആരോപണങ്ങൾ ചൈനയ്ക്കെതിരെ US ഉന്നയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പനാമ കനാലിൻ്റെ നിയന്ത്രണത്തിലും പ്രവർത്തനത്തിലും ചൈന ഇടപെടുന്നുവെന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ വേറെയും. ഇത്തരത്തിൽ US നിരന്തരം തങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ ചൈനയ്ക്കും അമർഷമുണ്ട്. അതവർ പലപ്പോഴും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. വസ്തുതകളുടെ പിൻബലമില്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് US അധികൃതർ നിരന്തരം ഉന്നയിക്കുന്നതെന്നാണ് ചൈന പറയുന്നത്. കഴിഞ്ഞ മാസമാണ് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് സംവിധാനത്തിൽ ഹാക്കർമാർ അതിക്രമിച്ചു കയറി സുപ്രധാന രേഖകൾ അപഹരിച്ചത്. ഹാക്കർമാർ തങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ നുഴഞ്ഞുകയറി സുപ്രധാന ഫയലുകൾ കൈക്കലാക്കിയെന്ന് അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് US MP-മാരെ കത്തയച്ച് അറിയിച്ചതോടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. ട്രഷറിക്ക് സൈബർ സുരക്ഷ നൽകിയിരുന്ന ഒരു സ്വകാര്യ ഏജൻസിയുടെ പരിമിതികൾ മുതലാക്കിയാണ് ഹാക്കർമാർ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് നുഴഞ്ഞുകയറിയതെന്നും ഡാറ്റാബേസുകളിലേക്കും വർക്ക് സ്റ്റേഷനുകളിലേക്കും ഹാക്കർമാർക്ക് ആക്സസ് ലഭിച്ചെന്നും ട്രഷറി ഉദ്യോഗസ്ഥർ കത്തിൽ വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ FBI അടക്കമുള്ള ഏജൻസികൾ അന്വേഷണം നടത്തി വരികയാണെന്നും ട്രഷറി വകുപ്പ് പറയുന്നു. ട്രഷറി വകുപ്പിന്റെ തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡറായ ബിയോണ്ട് ട്രസ്റ്റ് വഴിയാണ് ഹാക്കർമാർ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് നുഴഞ്ഞുകയറിയത്. US സംസ്ഥാനമായ ജോർജിയൻ തലസ്ഥാനമായ അറ്റ്ലാന്റയിലെ ജോൺസ് ക്രീക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ബിയോണ്ട് ട്രസ്റ്റ്. ധനകാര്യ സ്ഥാപനങ്ങൾക്കാവശ്യമായ സുരക്ഷാ തന്ത്രങ്ങളും നയങ്ങളും രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന എന്റർപ്രൈസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഒരുക്കുന്ന ബിയോണ്ട് ട്രസ്റ്റിന്റെ മുഖമുദ്ര തന്നെ സ്ഥാപനങ്ങളുടെ ബിസിനസ് തന്ത്രങ്ങളും IT സുരക്ഷയും സംയോജിപ്പിച്ച് ആവശ്യമായ സുരക്ഷിതത്വം നൽകുക എന്നതാണ്. ഈ ബിയോണ്ട് ട്രസ്റ്റാണ് അമേരിക്കൻ ട്രസ്റ്റി വകുപ്പിലെ ജീവനക്കാർക്ക് റിമോട്ട് ടെക്നിക്കൽ സപ്പോർട്ട് ഉൾപ്പെടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ സകലമാന സുരക്ഷാ സജ്ജീകരണങ്ങളെയും നിഷ്പ്രഭമാക്കിയാണ് ഹാക്കർമാർ നുഴഞ്ഞുകയറ്റം നടത്തി വിവരങ്ങൾ കൈക്കലാക്കിയത്. ടെക്നിക്കൽ പ്രവർത്തനങ്ങൾക്കായി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന കീവേഡുകൾ ഉൾപ്പെടെ ഹാക്കർമാർക്ക് ലഭിച്ചതായാണ് വിവരം. ഹാക്കർമാരുടെ പ്രധാന ലക്ഷ്യം പണം അപഹരിക്കലായിരുന്നില്ലെന്നും വിവരങ്ങൾ ചോർത്തലായിരുന്നുവെന്നുമാണ് ട്രഷറി വകുപ്പ് നൽകുന്ന സൂചന. ഡിസംബർ 2 തന്നെ സിസ്റ്റങ്ങളിൽ സംശയാസ്പദമായ ചില കാര്യങ്ങൾ ബിയോണ്ട് ട്രസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും ഇത് ഹാക്കിംഗ് ആണെന്ന് കമ്പനിക്ക് ആദ്യം തിരിച്ചറിയാനായില്ല. പിന്നീട് ഹാക്കിംഗ് ആണെന്ന് ഉറപ്പിച്ചതിന് പിന്നാലെ ഡിസംബർ 8 ഹാക്കിംഗ് നടന്നതായി ബിയോണ്ട് ട്രസ്റ്റ് ട്രഷറി വകുപ്പിനെ അറിയിച്ചത്. എന്നാൽ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നതിലുപരി മറ്റ് പ്രതികരണങ്ങളൊന്നും ബിയോണ്ട് ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. നിലവിൽ ട്രഷറി ഡിപ്പാർട്ട്മെന്റിന് ഹാക്കിംഗ് ഭീഷണിയില്ലെന്നും ഹാക്ക് ചെയ്ത ശൃംഖല സർവീസിൽ നിന്ന് നീക്കിയതായും US ട്രഷറി മാനേജ്മെന്റിന്റെ ആക്ടിംഗ് അസിസ്റ്റന്റ് സെക്രട്ടറി അദിതി ഹാർദികർ US സെനറ്റിലെ ബാങ്കിംഗ്, ഹൗസിംഗ്, അർബൻ അഫയേഴ്സ് കമ്മിറ്റിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹാക്കിംഗ് ശ്രദ്ധയിൽപ്പെട്ടതോടെ ബിയോണ്ട് ട്രസ്റ്റ് പിന്നീട് ഓഫ്ലൈനാക്കി മാറ്റുകയും ചെയ്തു. ചൈന ആസ്ഥാനമായുള്ള ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് അനധികൃതമായി പ്രവേശനം നേടുകയും ദീർഘകാലത്തേക്ക് കണ്ടെത്താനാകാത്ത നിലയിൽ നിലകൊള്ളുകയും ചെയ്യുന്ന മോഷ്ടാക്കളുടെ ശൃംഖല APT ആണ് ഹാക്ക് നടത്തിയതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ സൂചന ലഭിച്ചത്. ട്രഷറിയെ സംബന്ധിച്ച് ഈ കടന്നുകയറ്റങ്ങൾ ഒരു പ്രധാന സൈബർ സുരക്ഷാ സംഭവമായാണ് കണക്കാക്കപ്പെടുന്നത്. തേർഡ് പാർട്ടി സൈബർ സെക്യൂരിറ്റി സേവനദാതാവായ ബിയോണ്ട് ട്രസ്റ്റിന്റെ സേവനങ്ങൾ ഇപ്പോൾ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ട്രഷറി അതിൻ്റെ സൈബർ പ്രതിരോധത്തെ ഗണ്യമായി ശക്തിപ്പെടുത്തിയിരുന്നു. ഞങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ ഭീഷണിപ്പെടുത്തുന്നവരിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ സ്വകാര്യ പൊതുമേഖലാ പങ്കാളികളുമായി പ്രവർത്തിക്കുന്നത് തുടരും, ട്രഷറി വിഭാഗം വക്താവ് അറിയിച്ചു. അതേസമയം എത്രത്തോളം വിവരം ചോർന്നു എന്നതിനെക്കുറിച്ച് ട്രഷറി വകുപ്പ് കൃത്യമായ വിവരം നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ട്രഷറി വകുപ്പിന്റെ പ്രധാന വിവരങ്ങളിലേക്കൊന്നും ഹാക്കർമാർക്ക് കടന്നു കയറാനായിട്ടില്ലെന്നാണ് ട്രഷറി വകുപ്പ് അവകാശപ്പെടുന്നതെങ്കിലും വളരെ ഗുരുതരമായ സൈബർ ആക്രമണമാണ് നടന്നതെന്ന് ട്രഷറി വകുപ്പ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഹാക്കിംഗ് എത്രത്തോളം ബാധിച്ചു എന്നറിയാൻ CISAയുമായും ഫോറൻസിക് അന്വേഷണ ഉദ്യോഗസ്ഥരുമായും ചേർന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വിഷയത്തിൽ 30 ദിവസത്തിനകം വ്യക്തമായ റിപ്പോർട്ട് നൽകുമെന്നുമാണ് ട്രഷറി വകുപ്പ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. സംഭവം FBI, US സൈബർ സെക്യൂരിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഏജൻസി തുടങ്ങിയവ അന്വേഷിക്കുന്നുമുണ്ട്.
മാസങ്ങൾക്ക് മുമ്പും ചൈനക്കെതിരെ US സമാന ആരോപണം ഉന്നയിച്ചിരുന്നു. അമേരിക്കയിലെ മുൻനിര ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾക്ക് നേരെ ചൈന സൈബർ ആക്രമണം നടത്തിയിരുന്നുവെന്നാണ് ആരോപണം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളെ ലക്ഷ്യമിട്ടും സൈബർ ആക്രമണം ഉണ്ടായിരുന്നെന്നും ആരോപണമുയർന്നിരുന്നു. ഇതിനു പിന്നിലെല്ലാം പ്രവർത്തിച്ച സൈബർ കുറ്റവാളികൾക്ക് ചൈനയുമായി ബന്ധമുണ്ടെന്നാണ് അമേരിക്ക പറയുന്നത്. അതിനിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം റഷ്യ, ഇറാൻ സ്ഥാപനങ്ങൾക്കെതിരെ US ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. റഷ്യയുടെ നേതൃത്വത്തിലുള്ള വിവിധ സംഘങ്ങളാണ് അമേരിക്കക്ക് സൈബർ സുരക്ഷാ ഭീഷണി ഉയർത്തി ഹാക്കിംഗ് നടത്തുന്നതെന്നാണ് അമേരിക്കയുടെ ആരോപണം. ചൈനയുടെ നേതൃത്വത്തിലുള്ള വിവിധ സംഘടനകളാണ് അമേരിക്കക്ക് സൈബർ സുരക്ഷാ ഭീഷണി ഉയർത്തി ഹാക്കിംഗ് നടത്തുന്നതെന്നാണ് അമേരിക്കയുടെ ആരോപണം. വിവിധ സംഘടനകളായാണ് ചൈനീസ് ഹാക്കർമാർ പ്രവർത്തിക്കുന്നത്. ഈ സംഘങ്ങൾക്കെല്ലാം ചൈനീസ് സർക്കാരുമായും ബന്ധമുണ്ട്. സാൾട്ട് ടൈഫൂൺ, വോൾട്ട് ടൈഫൂൺ, ജഡ്ജ്മെന്റ് പാൻഡ തുടങ്ങിയവയാണ് പ്രധാന ഹാക്കിംഗ് സംഘങ്ങൾ. അമേരിക്കൻ വ്യവസായികൾ, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതാക്കൾ, ചൈനയുടെ വിമർശകർ തുടങ്ങിയവരെയാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്നും അമേരിക്ക പറയുന്നു. സാൾട്ട് ടൈഫൂൺ ആണ് US-ലെ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾക്ക് നേരെ നടന്ന സൈബർ ആക്രമണത്തിന് പിന്നിൽ. അമേരിക്കയിലെ ഏതാനും ജലസേചന പദ്ധതികൾ, പവർ ഗ്രിഡ് തുടങ്ങിയ മേഖലകളിലേക്കാണ് വോൾട്ട് ടൈഫൂൺ നുഴഞ്ഞുകയറിയത്. IT&T, വെരിസോൺ, T-Mobile, ലൂമൻ എന്നിവയുൾപ്പെടെ അമേരിക്കയിലെ പ്രമുഖ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾക്ക് നേരെ 2024 നടന്ന സൈബർ ആക്രമണം ചൈനയുടെ പിന്തുണയോടെ സാൾട്ട് ടൈഫൂൺ ആണ് നടത്തിയത്. സെനറ്റ് സഭാ അംഗങ്ങളുടെ ഫോൺ കോളുകളും ടെക്സ്റ്റ് മെസ്സേജുകളും മറ്റും നിരീക്ഷിക്കാനും സുപ്രധാന വിവരങ്ങൾ ചോർത്താനും സൈബർ ക്രിമിനലുകൾക്ക് ഇതിലൂടെ കഴിഞ്ഞുവെന്നും US അധികൃതർ കുറ്റപ്പെടുത്തുന്നു. 2024 ഡിസംബർ 5-ന് അമേരിക്കയിലെ 8 ടെലികോം കമ്പനികൾക്ക് നേരെ ഹാക്കിംഗ് നടന്നതായി ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ചൈനീസ് ചാര സംഘമായ സാൾട്ട് ടൈഫൂൺ ആണ് ഇതിനു പിന്നിലെന്നും ഉദ്യോഗസ്ഥർ ആരോപിച്ചിരുന്നു. പിന്നീട് US-ലെ 9ാമത്തെ ടെലികോം സ്ഥാപനവും ഹാക്ക് ചെയ്യപ്പെട്ടെന്ന് വ്യക്തമാക്കി ഡിസംബർ 27-ന് US ഡെപ്യൂട്ടി ദേശീയ സൈബർ സുരക്ഷാ ഉപദേഷ്ടാവ് ആനി ന്യൂബർഗർ തന്നെ രംഗത്തെത്തിയിരുന്നു. വ്യക്തമാക്കി ഡിസംബർ 27-ന് US ഡെപ്യൂട്ടി ദേശീയ സൈബർ സുരക്ഷാ ഉപദേഷ്ടാവ് ആനി ന്യൂബർഗർ തന്നെ രംഗത്തെത്തിയിരുന്നു. അമേരിക്കക്കാരുടെ സ്വകാര്യ ഫോൺ സംഭാഷണങ്ങളും ടെക്സ്റ്റ് മെസ്സേജുകളും ഉൾപ്പെടെ ചൈനീസ് സംഘം ചോർത്തിയെന്നും രാഷ്ട്രീയ നേതാക്കളും സാധാരണക്കാരും ഉൾപ്പെടെ ഹാക്കിങ്ങിന് ഇരയായെന്നും ഹാനി ന്യൂബർഗർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇരകളുടെ പേര് പുറത്തുവിട്ടില്ലെങ്കിലും മുതിർന്ന US സർക്കാർ ഉദ്യോഗസ്ഥരും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും അക്കൂട്ടത്തിൽ ഉണ്ടെന്ന് അധികൃതർ നൽകുന്ന സൂചന. ഈ ഹാക്കിംഗ് അമേരിക്കക്കാരെ തെല്ലൊന്നുമല്ല അമ്പരിപ്പിക്കുകയും അലട്ടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഹാക്കിംഗ് വിവരം അറിഞ്ഞപ്പോൾ എനിക്കെന്റെ ഫോൺ തകർക്കാനാണ് തോന്നിയതെന്ന് മുൻ US ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ ചെയർമാൻ ബ്രണ്ടൻ കാറിന്റെ പ്രതികരണം മാത്രം മതി അമേരിക്കക്കാരുടെ ഇക്കാര്യത്തിലെ സങ്കടവും ദേഷ്യവും കുറിക്കാൻ. ഇതിനു പുറമെ 2024 മാർച്ചിൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് 7 ചൈനീസ് പൗരന്മാർക്കെതിരെ അമേരിക്ക കുറ്റം ചുമത്തിയിരുന്നു. ഏകദേശം 14 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഹാക്കിംഗ് ഓപ്പറേഷനുകളിൽ പങ്കാളിയാണെന്ന് ആരോപിച്ചാണ് അമേരിക്ക ഇവർക്കെതിരെ നടപടിയെടുത്തത്. ജഡ്ജ്മെന്റ് പാൻഡ എന്ന ഹാക്കിംഗ് ഗ്രൂപ്പ് ഇവരാണ് നടത്തിയിരുന്നതെന്നും ഇവർ തന്നെയാണ് 2021-ൽ UK-യിലെ പാർലമെന്റ് അംഗങ്ങളുടെ ഇമെയിലുകൾ ലക്ഷ്യമിട്ട് സൈബർ ആക്രമണം നടത്തിയതെന്നും US ആരോപിക്കുന്നു. ചൈനക്കെതിരായ ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ നൽകാൻ അമേരിക്കക്കായിട്ടില്ലെങ്കിലും ചൈന പൂർണ്ണമായും പരിശുദ്ധമാണെന്നങ്ങ് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അമേരിക്ക മാത്രമല്ല UK-യും തായ്വാനും ന്യൂസിലൻഡുമെല്ലാം ചൈനീസ് സൈബർ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ പ്രത്യേകിച്ചും UK-യിൽ ഇലക്ട്രൽ കമ്മീഷന് നേരെയാണ് സൈബർ ആക്രമണം ഉണ്ടായത്. 2021-2022 കാലയളവിലുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ചൈനീസ് സർക്കാരാണെന്ന് 2024 മാർച്ചിലാണ് UK ആരോപിച്ചത്. ദശലക്ഷക്കണക്കിന് വോട്ടർമാരെ ബാധിക്കാൻ സാധ്യതയുള്ള സങ്കീർണമായ സൈബർ ആക്രമണത്തിനാണ് UK ഇരയായതെന്നും 2021 ഓഗസ്റ്റ് മുതൽ ഇലക്ട്രൽ രജിസ്റ്ററുകളുടെ പകർപ്പുകളിലേക്ക് പ്രവേശനം നേടിയെടുക്കാൻ വ്യക്തതയില്ലാത്ത ഹാക്കർമാർക്ക് കഴിഞ്ഞെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. തായ്വാനിലെ വിവിധ ചൈനീസ് വിരുദ്ധ സംഘടനകൾക്ക് നേരെ ചൈനയുടെ പിന്തുണയുള്ള ഹാക്കിംഗ് സംഘം ആക്രമണം നടത്തിയെന്ന ആരോപണമാണ് ഉയർന്നത്. 2023 നവംബറിനും 2024 ഏപ്രിലിനും ഇടയിൽ ഹാക്കിംഗ് ഗ്രൂപ്പായ റെഡ് ജൂലിയറ്റ് 2 ഡസനോളം സംഘടനകളുടെ സിസ്റ്റങ്ങളിലാണ് കടന്നുകയറിയത്. തായ്വാനിന്റെ നയതന്ത്ര ബന്ധങ്ങൾ, സാങ്കേതിക വികസനം തുടങ്ങിയ വിവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണമാണ് ചൈന നടത്തിയതെന്നാണ് ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ ചൈന US-ഉം UK-യും അവർക്ക് സംഭവിക്കുന്ന സൈബർ സുരക്ഷാ വീഴ്ചകൾ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. 7 ചൈനീസ് പൗരന്മാർക്കെതിരെ അമേരിക്ക കേസെടുത്തതിന് പിന്നാലെ
ചൈനയുടെ വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ നടത്തിയ വാർത്താ സമ്മേളനം ഇരു രാജ്യങ്ങളെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. ചൈനയെ അപകീർത്തിപ്പെടുത്തുന്നതും ചൈനക്കെതിരെ ഏകപക്ഷീയമായ ഉപരോധം ഏർപ്പെടുത്തുന്നതും യുഎസും യുകെയും അവസാനിപ്പിക്കണം. ഇരു രാജ്യങ്ങളും ചൈനക്കെതിരെ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ നിർത്തണമെന്നും 2024 മാർച്ചിൽ ബെയ്ജിംഗിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലിൻ ജിയാൻ ആവശ്യപ്പെട്ടിരുന്നു. അടിസ്ഥാനമില്ലാത്ത വസ്തുതകൾ ചൂണ്ടിക്കാട്ടി ചൈനക്കെതിരെ യുഎസ് നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി എതിർക്കുമെന്നായിരുന്നു യുഎസ് ട്രഷറി ഹാക്കിംഗ് ആരോപണത്തിന് പിന്നാലെയുള്ള ചൈനയുടെ പ്രതികരണം. തീർത്തും അടിസ്ഥാനരഹിതവും തെളിവില്ലാത്തതുമായ ആരോപണങ്ങളാണ് അമേരിക്ക ഉന്നയിക്കുന്നതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻഫർമേഷൻ മാവോ നിങ് പറഞ്ഞു. എല്ലാ രീതിയിലുമുള്ള ഹാക്കിങ്ങിനെയും സ്ഥിരമായി എതിർക്കുന്നവരാണ് ചൈന. അതുപോലെ തന്നെ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ട് ചൈനക്കെതിരെ നടത്തുന്ന തെറ്റായ പ്രചാരണത്തെയും ശക്തമായി എതിർക്കുന്നതായും മാവോ നിങ് പറഞ്ഞു. സൈബർ സുരക്ഷാ വീഴ്ചയെ ചൈനയെ അപകീർത്തിപ്പെടുത്താനുള്ള ഉപകരണമാക്കുന്നത് യുഎസ് അവസാനിപ്പിക്കണമെന്നും അമേരിക്കയിലെ ചൈനീസ് എംബസി പ്രതികരിച്ചു. ചൈനീസ് ഹാക്കിംഗ് ഭീഷണി എന്ന പേരിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്നും വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി വക്താവ് ആവശ്യപ്പെട്ടു. നെഗറ്റീവ് പ്രചാരണം നടത്തി ചൈനയുടെ പ്രശസ്തി നശിപ്പിക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള സ്മിയർ ആക്രമണമാണ് അമേരിക്ക നടത്തുന്നതെന്നും വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി വക്താവ് പറഞ്ഞു. യുഎസിനെ സംബന്ധിച്ച് കനത്ത നഷ്ടവും അതിലേറെ അപമാനവും ഉണ്ടാക്കിയ നടപടിയാണ് ഹാക്കിംഗ്. എന്നാൽ ഹാക്കിംഗ് പോലെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ ശക്തമായ നടപടിയെടുക്കുന്നതിന് പകരം ചൈനക്കെതിരെ യുഎസിൽ പൊതുവികാരം ഉയർത്താൻ തക്ക രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുന്നതിന് പിന്നാലെ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചൈനയുടെ സ്മിയർ ആക്രമണ ആരോപണം ശരിവെക്കുന്ന തലത്തിലാണ്. പെഗാസസ് പോലുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് വരെ കടന്നുകയറ്റം നടത്തുന്ന നിരവധി ചാര സോഫ്റ്റ്വെയറുകളുടെ മൊത്ത ഉൽപാദനവും വിപണനവും നടത്തുന്ന ഇസ്രായേൽ പോലുള്ള എല്ലാ അർത്ഥത്തിലും പിന്തുണക്കുകയും മറുഭാഗത്ത് തെളിവുകളുടെ പിൻബലമില്ലാതെ ചൈനയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യുമ്പോൾ അമേരിക്കയുടെ നടപടി സംശയാസ്പദമാണെന്നത് സ്വാഭാവികം മാത്രമാണ്.